സ്ത്രീകൾക്ക് ശബരിമലയിൽ യാതൊരു വിലക്കുമില്ല. യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണം മാത്രമാണുള്ളത്. അതിന്റെ കാരണം അവിടുത്തെ പ്രതിഷ്ഠാസങ്കല്പം നൈഷ്ഠിക ബ്രഹ്മചാര്യം ആണെന്നുള്ളതാണ്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ, ശബരിമലയിൽ എവിടെയാണ് സ്ത്രീ വിവേചനം? ഓരോ വർഷവും 10,000-കണക്കിന് സ്ത്രീകളാണ്, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ശബരിമലയിൽ വരുന്നത്. ശബരിമലയിൽ എന്ത് സ്ത്രീ വിവേചനം ഉള്ളത്? ശബരിമലയിൽ ഉള്ളത് ഒരു പ്രായ നിയന്ത്രണമാണ്. അതിനോട് നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. ഇപ്പൊ നിങ്ങൾ പുരോഗമനവാദിയാണ്, നിങ്ങൾ ലെഫ്റ്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വിയോജിക്കാം, നമുക്ക് യാതൊരു എതിർപ്പുമില്ല അതിൽ. പക്ഷെ ശബരിമലയിൽ എവിടെയാണ് സ്ത്രീ വിവേചനം? അതുകൊണ്ടാണ് ശബരിമലയിൽ നിന്നെടുത്ത ഫോട്ടോ തന്നെ രണ്ടാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിൽ ആദ്യം അറസ്റ്റിലാകുന്നത് എന്റെ മുത്തശ്ശി ദേവകി അന്തർജനമാണ്. ശബരിമലയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത് അറസ്റ്റിലാകുന്നത് എന്റെ അമ്മ മല്ലികാ നമ്പൂതിരിയാണ്. മൂന്നാമത് പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും നാലാമത് ഞാനുമാണ്. ഇന്ന് മുത്തശ്ശി ജീവിച്ചിരിക്കുന്നില്ല, പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ ജീവിച്ചിരിപ്പില്ല. ഞങ്ങളെല്ലാം ഞാൻ 3 തവണ ജയിലിൽ കിടന്നു, 10-20 ദിവസം ജയിലിൽ കിടന്നതാണ്. ഞങ്ങൾ ജയിലിലും പട്ടിണി കിടന്നതാണ്, നിരാഹാരം കിടന്നതാണ്. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അർത്ഥസത്യങ്ങൾ പറഞ്ഞ് ഒരു ക്ഷേത്രത്തെ, വിശ്വാസത്തെ കേസ് തോപ്പിക്കാൻ ചില ആൾക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം. ഒന്ന് ആലോചിച്ച് നോക്കുക, ശബരിമലയിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുമ്പോ സ്ത്രീ വിവേചനമുണ്ട് എന്ന് പറഞ്ഞാണ് കേസ് നിൽക്കുന്നത്. നേരെ തിരിച്ച് ശബരിമലയിലെ പ്രായ വിവേചനം എന്നാണ് ഈ കേസ് വിളിക്കുന്നെങ്കിൽ കേസ് തീർന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ വിളിക്കാത്തത്. ശബരിമലയിൽ ഒരു പ്രായ വിവേചനം, അതായത് പ്രായത്തിന്റെ വ്യത്യാസം, 10 മുതൽ 50 വയസ്സ് വരെയുള്ള യൗവനയുക്തകളായ സ്ത്രീകൾ കയറാൻ പാടില്ല. ഇതാണ് ശബരിമലയിലെ വിശ്വാസം. ഇനി ആ വിശ്വാസത്തിന്റെ കാര്യം എന്താ? നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ എന്ന വിശ്വാസമാണ്. ഇത് വിശ്വസിക്കാതിരിക്കാനുള്ള എല്ലാ അവകാശവും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കുണ്ട്. പക്ഷേ വിശ്വസിക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് ശബരിമല. ഇത്രയേ ഉള്ളൂ കാര്യം.